സിമ്പിളായിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ പിസ്തയാണിത്. അണ്ടി, മുന്തിരി, പിസ്ത എല്ലാം ചേർക്കുക. ഇത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം നല്ല ഡ്രൈ ആയ ഈത്തപ്പഴമാണ് എടുക്കേണ്ടത്. 2 മുട്ട, അപ്പസോഡ, ഉപ്പ്, പഞ്ചസാര 1 കപ്പ്, മൈദ 1/2 കപ്പില്ല, 1/4 കപ്പേ ഉള്ളൂ. അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലുമാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ട നമുക്ക് അടിച്ചെടുക്കുകയും വേണം. ഇത് മൈദ, അപ്പസോഡ, ഉപ്പ് എല്ലാം നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയും ചെയ്യണം. അത് നമുക്ക് അരിച്ചെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് മുട്ട നല്ലവണ്ണം അടിച്ചെടുക്കുകയും വേണം. നല്ലവണ്ണം അടിച്ചെടുക്കണം. പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നല്ലവണ്ണം അടിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ മാവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കൂടെ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അധികം ഫ്രഷിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ടുകൾ ഇതിലിട്ട് കൊടുക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ അണ്ടി പരിപ്പ്, മുന്തിരി എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഈ മാവ് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കാം. ഇതിൽ നമ്മൾ അപ്പസോഡ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രഷായി കിട്ടാൻ ഇത് ഉപകാരപ്പെടും. ഒരു 2 മിനിറ്റ് ഞാൻ നിൽക്കട്ടെ. ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ നമ്മളെ കേക്ക് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്.